ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം യാത്രയാണ് കേട്ടോ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഏതാ സ്ഥലം എന്ന്. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈ ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂരുകാരുടെ ഒരു അഹങ്കാരം തന്നെ. അപ്പൊ നമ്മുടെ തൃശ്ശൂർ പൂരമല്ലേ ഈ വരുന്ന ഏപ്രിൽ 26-ന്. പൂരത്തിനൊന്നും നമ്മൾ പോവാറില്ല കേട്ടോ. പോകണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പൊ പൂരം കൊടിയേറി കഴിഞ്ഞ് നമ്മളൊന്ന് തൊഴുതിട്ട് വരാറാണ് പതിവ്. ഞാൻ പാലക്കാട്ടുകാരിയാണെങ്കിലും ഇപ്പൊ തൃശ്ശൂരുകാരിയാണ് കേട്ടോ. കാരണം പാലക്കാട് ജില്ല ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ ജില്ല ചെറുതുരുത്തിയിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് തൃശ്ശൂർക്കാരി ആയില്ലേ. അപ്പൊ ഞാനും മോളും കൂടിയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. വടക്കുന്നാഥനും മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. അപ്പൊ ഇക്കുറി എന്തായാലും പാറമേക്കാവിലും തിരുവമ്പാടിയിലും പോകണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ആദ്യം പാറമേക്കാവ് ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഇറങ്ങി നേരെ തൊഴുകാൻ പോയേ. ഞങ്ങൾ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ഒരമ്മ തൊഴുകാൻ കയറുന്നുണ്ടായി. അപ്പൊ ആ അമ്മയുടെ പിന്നാലെ പോയിട്ടോ. അങ്ങനെ ആ അമ്മയുമായി പരിചയപ്പെട്ടു. നല്ല സ്വഭാവമുള്ള ഒരു അമ്മയായിരുന്നേ. അങ്ങനെ ഉള്ളിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ച് പുറത്ത് പ്രദക്ഷിണം വെച്ച് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നേരെ ഒരു ഓട്ടോ പിടിച്ച് തിരുവമ്പാടിക്ക് വിട്ടുട്ടോ. തിരക്കുണ്ടായിരുന്നു അവിടെ, ഭജനയെല്ലാം നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവിടെയും ഉള്ളിൽ കയറി തൊഴുത് പുറത്ത് പ്രദക്ഷിണം വെച്ച് ഉപദേവന്മാരെയും ഉപദേവതകളെയും തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. രണ്ടിടത്തേക്കും ആദ്യമായി പോയത് കാരണം തന്നെ ആകെ ഒരു വെപ്രാളായിരുന്നു. എന്തായാലും നന്നായി തൊഴുകാൻ പറ്റിയിട്ടോ. പാറമേക്കാവിൽ 11 മണിക്കും തിരുവമ്പാടിയിൽ 12 മണിക്കുമാണ് കേട്ടോ നട അടച്ചത്. അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീണ്ടും വടക്കുന്നാഥന്റെ അവിടേക്ക് വന്നു. അപ്പോഴേക്കും 11 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. നട അടച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ പിന്നെ തൊഴുകാൻ പറ്റിയില്ല. പിന്നെ 2-3 റീൽസ് ഒക്കെ പിടിച്ചു അവിടെ ഇരുന്നേ. റീൽസ് എല്ലാം തൃശ്ശൂർ പൂരം ദിവസം ഇടുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായാൽ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ പോയി. ഓരോ കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ച് ഞങ്ങൾ ആൽത്തറയിൽ ഇരുന്നു കേട്ടോ. ഇതേ ആ സമയത്താണ് ഞങ്ങൾ പേടിച്ചത്. പിന്നീടിരിക്കുന്ന ആൾക്കാരും അവിടെ ഉള്ളവരും ഒക്കെ നമ്മളിങ്ങനെ തുറച്ചു നോക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോയി. പിന്നെ ഓർത്ത് പട്ടാപ്പകലല്ലേ എന്തിനാ പേടിക്കുന്നതെന്ന്. പിന്നെ അങ്ങനെ ഉച്ചയായപ്പോ മോൾക്ക് ഭക്ഷണം വേണ്ട, കൂൾ ഡ്രിങ്ക്സ് മതി എന്ന് പറഞ്ഞു കേട്ടോ. ചൂടായതുകൊണ്ടാണ്. ഷെയ്ക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ഷീണം വരില്ലല്ലോ. അപ്പൊ അങ്ങനെ ബേക്കറി തിരഞ്ഞ് നടന്ന് മതിയായി. സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ടൗണിൽ ഒരു എപ്പിസോഡ് പോലെ എനിക്ക് അറിയില്ല കേട്ടോ. പാലക്കാട് എവിടെ വേണേലും പോയി വരും, പക്ഷെ തൃശ്ശൂർ ടൗണിൽ ഏതിയാ പോണ്ടത് വരേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഏട്ടന്റെ കൂടെയാണ് ആകെ പോവുക. അതാണെങ്കിലോ ബൈക്കിന് പുറകിലിരുന്ന് പോയാൽ മതിയല്ലോ. അത്രേ പരിചയമുള്ളൂ. സത്യം പറഞ്ഞാൽ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഏത് ഭാഗത്ത് കൂടെ പോയാലും എനിക്ക് ഒരുപോലെയാണ് തോന്നാറുള്ളത്. എന്നെ പോലെ ഇങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അവസാനം ബേക്കറി കാണാതെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു പോന്നേ. അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് അവിടെ പന്തല് പണി നടക്കുന്നതിന്റെ മറുവശത്തായിട്ട് ഞങ്ങൾ ഇരുന്നു. വീണ്ടും ഓരോ ചോക്കോബാറും കൂടി കഴിച്ചു. അങ്ങനെ 4 മണിയായപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു നട തുറക്കുന്ന സമയം എപ്പോഴാണെന്ന്. അപ്പൊ പറയുന്നു 5 മണിയെന്ന്. വീണ്ടും ടെൻഷനും പേടിയായിട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് വരെ തോന്നി. എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോ തൊഴുതിട്ട് പോവാമെന്ന് പറഞ്ഞു കേട്ടോ മോള്. അങ്ങനെ 1 മണിക്കൂർ കൂടി ഇരുന്ന് ഭഗവാനെയും തൊഴുത് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു.
പിന്നെ വടക്കേ സ്റ്റാൻഡ് വന്ന് ഒറ്റപ്പാലം ഷൊർണൂർ ബസ് കയറി വീട്ടിലേക്ക് വന്നു കേട്ടോ. 7:45 ആയി വീട്ടിലെത്തിയപ്പോൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ടാറ്റാ ബൈ ബൈ, സീ യു.